ഞങ്ങൾ വെറും മക്കൾ മാത്രമല്ല, ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പരിധി ഉണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നതിന്. പക്ഷെ എൻ്റെ അച്ഛൻ അനുഭവിച്ച എല്ലാം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതില് നല്ലവരുണ്ട്. എന്നാൽ എല്ലാ നേതാക്കളെയും എനിക്ക് ഒരുമിച്ച് പറയാൻ പറ്റില്ല കേട്ടോ. അതില് അച്ഛനെ വളരെ സ്നേഹിച്ച, എന്താ പറയണ്ട, അച്ഛന്റെ അവസാനം വരെ കൂടെ നിന്ന ആളുകളും ഉണ്ട്. ഇപ്പൊ കേക്കനോടാനെ ഉപദ്രവിച്ചവർ എന്തായാലും അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സന്തോഷം, ആത്മാനന്ദം തോന്നുന്നുണ്ടോ? അത് എവിടെ നിന്നൊക്കെയോ കിട്ടുന്നുണ്ട് ഉണ്ട്. കാരണം അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, എൻ്റെ അച്ഛൻ എപ്പോഴും ദൈവത്തിനോട് മാത്രമേ പരാതി പറയാറുള്ളൂ. ഇവൻ മക്കളോട് പറയാറില്ല, ഫാമിലി ആരോടും പറയാറില്ല. സ്വന്തം അച്ഛനടക്കം പാർട്ടിയിൽ നിന്ന് പോകുമ്പോഴും കോൺഗ്രസിൽ നിന്ന് പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയം അവസാനിക്കുന്നത് വരെ കോൺഗ്രസിനുള്ളിൽ തന്നെയാണ്. അതാണ് എന്റെ തീരുമാനം. അല്ല, പുറത്തേക്ക് ഒരു വാതിലില്ല, പുറത്തേക്ക് ഞാൻ ഒരിക്കലും പോവില്ല. ഇനിയിപ്പോ അഥവാ ഇത് എനിക്ക് മനസ്സ് മടുത്താൽ എനിക്ക് കുടുംബത്തിൽ പോയിരുന്ന മനസ്സമാനായിട്ട് ജീവിക്കും. അത്രേ ഉള്ളൂ. ഉറപ്പായും എന്താണ് കൂടുതൽ ഓഫറുകൾ വരാൻ എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെ ഓഫറുകൾ വന്നിട്ടുണ്ടോ എവിടെന്നെങ്കിലും, ഏതെങ്കിലും രാഷ്ട്രീയ കോണുകളിൽ നിന്ന്? അതൊക്കെ പുറത്തു പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും അതൊക്കെ ഞാനൊന്നും അങ്ങനത്തെ ഒന്നും പുറത്തു പറയൂല. പക്ഷെ അങ്ങനെ എന്ത് വന്നാലും ഞാൻ ഈ പാർട്ടി തന്നെ നിന്ന് അങ്ങനെ മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയമായി കോൺഗ്രസിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് പത്മജയുടെ തീരുമാനം. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞ അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പത്മജയുടെ കുറച്ച് ഭൂതകാല വേദനകൾ, അച്ഛന്റെ കുറച്ച് ദുരനുഭവങ്ങൾ, ഒരു സ്ത്രീ എന്ന പരിമിതി ഒക്കെ ഉള്ളിലുണ്ട് എന്ന് കരുതലാണോ എന്നല്ല. ഇപ്പോ കെ മുരളീധരൻ വല്ലാത്ത റിസ്ക് എടുക്കുന്ന മനുഷ്യനാണ്. ഇപ്പൊ വടകരയിൽ പി ജയരാജ മത്സരിക്കാൻ വരുന്നു. ഉമ്മൻചാണ്ടി ഒരു സ്റ്റേജിനടുത്ത് ചോദിക്കുന്നു, വടകരയിൽ മത്സരിക്കാവോ? ഞാൻ മത്സരിക്കാം എന്ന് പറയുകയാണ്. അവിടെ എത്ര ജയസാധ്യത ഉണ്ടെന്ന് അറിയാം. ഞാൻ മത്സരിക്കാമെന്ന് പറയുന്നു, അവിടെ ജയിക്കുന്നു. നേമത്ത് എന്താണ് ഇങ്ങനെ പ്രതിസന്ധി ഉണ്ട്, അവിടെ മത്സരിക്കാമെന്ന് പറയുകയാണ്. ജയന്റ് കില്ലറായി വരികയാണ്. ഒരു റിസ്ക് എടുക്കുക. ഇപ്പം എന്താണ് സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി വയനാട്ടിൽ പോയി 1 ലക്ഷം വോട്ട് എന്താണ് കെ മുരളീധരൻ സമാഹരിക്കുന്നുണ്ട്. റിസ്ക് എടുക്കാനുള്ള ഒരു ആർജവം, ഒരു കരുത്ത് കെ മുരളീധരൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ കെ കരുണാകരന്റെ മകൾ എന്ന ആ പ്രതിച്ഛായയിൽ, ആ നിഴലിൽ നിന്ന് മാറി ഒരു ജനകീയയായ കേരളത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ മുഖമായി പത്മജയെ എപ്പോൾ കാണാൻ കഴിയും? ഞാനിപ്പോൾ എല്ലാവരും ബോധ്യപ്പെടുത്തി ജീവിക്കുന്ന ഒരാളാണ്. നിങ്ങൾ തൃശ്ശൂർ വന്ന് ഈ ചോദ്യം ചോദിക്കൂ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അവിടുത്തെ സാധാരണ ജനങ്ങളോട് ചോദിക്കും എന്നെ പറ്റിയിട്ട്. അപ്പോൾ ഇതിനുള്ള ഉത്തരം കിട്ടും. അല്ലാണ്ട് ഞാനിപ്പോൾ ഓടി നടന്ന കേരളം മൊത്തം ഓടി നടക്കുന്ന, പിന്നെ നേരത്തെ ആഷ്മി ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ അറിയാണ്ടല്ല, പക്ഷെ ഞാനതൊരു ചിരിയിൽ ഒതുക്കുകയാണ്. പറഞ്ഞില്ലേ, അവിടെ പോയി മത്സരിച്ച് ഇവിടെ പോയി, അത് പറഞ്ഞാൽ വളരെ വ്യത്യാസമാണ് കാര്യങ്ങൾ. പക്ഷെ അത് ഞാനിവിടെ പറയില്ല. എന്തുകൊണ്ടാണ് പറയില്ല? ശരിയല്ല. ഞാൻ പറയണത് ശരിയല്ല, പക്ഷെ ആഷ്മി പറഞ്ഞത് ശരിയല്ല. റിസ്ക് എടുത്തതല്ല, അങ്ങനെയാണോ? അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ഞാൻ വല്ല എൻ്റെ ഒരു ചിരിയായിരിക്കും അതിന് ഉത്തരം. ആ ചിരിയിലെല്ലാം ഉണ്ടാവും. കേരളത്തിലെ ജനങ്ങൾ ഭയങ്കര വിദ്യാസമ്പന്നരും ഭയങ്കര ബുദ്ധിയുള്ളവരാ. അവരുടെ അടുത്തൊന്നും പറയണ്ട. നമ്മള് അച്ഛന്റെ മകൾ എന്ന് പറയുമ്പോൾ പോലും, ആ ലേബൽ നിൽക്കുമ്പോൾ പോലും, ആ മേൽവിലാസം ഉള്ളപ്പോൾ പോലും ദീർഘനാളത്തെ രാഷ്ട്രീയ പരിചയം പത്മജ വേണുഗോപാലിനുണ്ട്. ആ രാഷ്ട്രീയ വഴിയിൽ പാർട്ടി തന്നത് മാത്രമേ പത്മജയുടെ കൈമുതലായുള്ളൂ. ജനങ്ങൾ തന്ന ഒരു പദവിയും ഒന്നുപോലും കയ്യിലില്ല എന്നുള്ളത് രാഷ്ട്രീയ നേതാവിന്റെ കുറവാണ്. അതെനിക്ക് നല്ലോണം അറിയാം. അത് ഞാൻ എൻ്റെ കുറെ ഈ തെറ്റുകളാണ് എനിക്ക് പറ്റിയിട്ടുള്ളത്. ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും ജനങ്ങളോട് ഞാൻ കാണിച്ചു. പക്ഷെ ഞാൻ തൃശ്ശൂരുകാർക്ക് അതുകൊണ്ടായിരിക്കാം ഇത്രയും പാർട്ടിക്കാർ എനിക്കിട്ട് പാര വെച്ചിട്ടും ഞാൻ ഈ വെറും 900 വോട്ടിന് തോറ്റത്. ജനങ്ങൾ വോട്ട് ചെയ്തു. പിന്നെ ഇതൊക്കെ പറഞ്ഞാലും സുരേഷ് ഗോപി ഒരു BJP-കാരനായിട്ട് അവിടെ പലരും കണ്ടില്ല. മനസ്സിലായ? അദ്ദേഹം കുറേ നന്മയുള്ള മനുഷ്യൻ. അദ്ദേഹത്തിനെ പറ്റി സോഷ്യൽ മീഡിയയിൽ വരണു, അത് വരണു, ഇത് വരണു, അങ്ങനെയൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന് അത് ഗുണം ചെയ്തു. എനിക്കറിയാം. അതായത് കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്യുന്ന ചില സ്ത്രീകൾ, അവരൊക്കെ വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ അദ്ദേഹത്തിനെ കുറ്റം പറയില്ല. കാരണം അദ്ദേഹത്തെ പറ്റി മീഡിയയിൽ വരുന്നതും ഇതൊക്കെ വരുന്നതും അങ്ങനത്തെ കാര്യങ്ങളാണ്. എനിക്ക് പിന്നെ ഈ മീഡിയ മാനേജ്മെന്റ് അങ്ങനെയൊന്നും എനിക്കില്ല. ഞാൻ എല്ലാം എഴുതുന്നതും പിടിക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്. എല്ലാം ഒറ്റയ്ക്ക് എഴുതാം. ഞാൻ ഈ സങ്കടങ്ങളും എല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്ക് എഴുതണം. അത് പോരാ എന്ന് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടും ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടല്ലോ. എൻ്റെ രീതിയിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റണില്ല. 2 തവണ തോറ്റ തൃശ്ശൂരിൽ ഒരിക്കൽ കൂടി മത്സരിക്കണമെന്ന് ക്ലെയിം വെക്കുന്നത് ശരിയാകുമോ പത്മജ വേണുഗോപാൽ? ഞാൻ ഇപ്പോഴൊന്നും പറയാറില്ലല്ലോ. ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ അവസരം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പത്മജ അവിടെ മത്സരിക്കണമെന്ന് ഇപ്പോ ഐ ഗ്രൂപ്പ് ഏതാണ്ട് ചിഹ്നിച്ചു തരുന്ന അവസ്ഥയുണ്ട്. പത്മജയ്ക്കൊപ്പം കെ കരുണാകരൻ കൈപിടിച്ച് വളർത്തിയ വലിയൊരു നേതൃനിരയിൽ എത്ര പേർ പത്മജയ്ക്കൊപ്പം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വട്ടപൂജ്യം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ ഒരു തവണ തൃശ്ശൂരിൽ പത്മജയെ മത്സരിപ്പിക്കണം എന്നൊരാവശ്യം ആരെങ്കിലും മുന്നോട്ട് വെക്കാനിടയുണ്ടോ? എനിക്കറിയില്ല. കാരണം നമുക്ക് ഭാവി പ്രവചിക്കാൻ പറ്റില്ലല്ലോ. എന്താണല്ല, ഞാൻ ക്ലെയിം വെക്കാനൊന്നുമില്ല. എന്നെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിൽക്കുള്ളൂ. കാരണം പൊതുവെ ഞാൻ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അങ്ങനെ ഒരു ആരും ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ. ഇനി വല്ലരും വളർത്തിക്കൊണ്ടുവരണം. നമ്മുടെ പാർട്ടിയിൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ കണ്ടൊരു കുറവ് എന്താണെന്ന് വെച്ചാൽ 50 വയസ്സിന് താഴെയുള്ളവരെ വളരെ കുറവാണ് ഇപ്പോൾ കാണാൻ കിട്ടുന്നത്. അങ്ങനെ ഒരു തലമുറേനെ വളർത്തിക്കൊണ്ടുവരണം. ഞാൻ അവിടെ അത് ചെയ്യാറുണ്ട്. ഞാൻ യൂത്ത് കോൺഗ്രസും KSUവിനെയും മാക്സിമം ഞാൻ സഹായിക്കും.
എല്ലാത്തിനും. അപ്പം എനിക്ക് അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങാനും ഇതും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ അണികളുടെ ഇടയിൽ ഒരു ആവേശം ഇല്ലെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. അണികളെ ശക്തരാക്കുക, അതാണ് ഇനി ചെയ്യാനുള്ള ഒരേ ഒരു. തൃശ്ശൂരിൽ ഇക്കുറി കാര്യങ്ങൾ കടുക്കാനിടയുണ്ട്. കാര്യം അവിടെ വീണ്ടും സുരേഷ് ഗോപി നേരത്തെ തന്നെ സ്ഥാനാർത്ഥം തീരുമാനിക്കപ്പെടുന്നു. എന്താണ് പണം ഇറക്കിക്കൊണ്ട് കാര്യമായി തന്നെ വലിയ പ്രചരണമുണ്ട്. കരുവന്നൂർ അടക്കമുള്ള വിഷയത്തിൽ സജീവമായി ഇടപെടുന്നു. അപ്പോൾ ഇക്കുറി ഇവിടെ കടുക്കും. കോൺഗ്രസിനാണെങ്കിലും CPI ആണെങ്കിലും കടുക്കാനിടയുണ്ട് അല്ലേ? അതായത് മത്സരം കടുക്കും. പക്ഷെ അവസാനം എൻ്റെ ഒരു പ്രതീക്ഷയോടെ കോൺഗ്രസ് തന്നെ ജയിക്കും എന്നാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഭരണത്തിൽ പലർക്കും തീരെ തൃപ്തിയില്ല. കാരണം ആരോട് ചോദിച്ചു നോക്കിയുള്ളൂ. അല്ലാണ്ട് എന്താ പറയുക, നാളെ നമ്മുടെ ഗുണം കൊണ്ടാണോ അവരുടെ ദോഷം കൊണ്ടാണോ എന്നില്ല. കൂടുതൽ അവരുടെ ദോഷം ശരിക്കും UDF സഹായിക്കും. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നാലും അവിടെ UDF കാൻഡിഡേറ്റ് ജയിക്കാനാണ് സാധ്യത. പക്ഷേ പറഞ്ഞ മാതിരി സുരേഷ് ഗോപി നല്ലോണം വോട്ട് പിടിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാൽ നിൽക്കുകയാണെങ്കിൽ ജയിക്കും എന്ന ആത്മവിശ്വാസമുണ്ട്. അസംബ്ലിയിലിട്ട് കാല് വരുന്നവർ തന്നെ ലോക്സഭയിലിട്ട് എത്ര വോട്ടിനെ തോപ്പിക്കുക നോക്കിയാൽ മതി. അപ്പൊ പഠിക്കാൻ പോണില്ല. ഇനി മത്സരരംഗത്തേക്ക് ഇല്ല എന്ന് അങ്ങനെയൊന്നും പറയില്ല. അങ്ങനെയൊന്നും പറയില്ല. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടല്ല ഞാൻ എപ്പോഴും മത്സരം. അപ്പോൾ അവിടെ ഞാൻ നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു എന്ന് പാർട്ടിക്ക് തോന്നിയോണ്ട് തന്നെ എനിക്ക് അന്ന് തന്നത്. തൃശ്ശൂരിൽ ഇങ്ങനെ ചതികളും മലരികളും ഉണ്ട് എന്ന് കേക്കരണാകരൻ നേരത്തെ മനസ്സിലാക്കിയിരുന്ന ആളാണ്. അതെ. എന്നോട് അച്ഛന് ശരിക്കും അവിടെ നിൽക്കുന്നതിൽ എവിടെയോ ഒരു പേടി മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു എന്തോ ഒരു തെറ്റിദ്ധാരണ അച്ഛനെ പറ്റിയിട്ട് ടൗണിലൊക്കെ ഒരു ഗ്രൂപ്പിന്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്താ തെറ്റിദ്ധാരണ? എനിക്കൊന്നും മറ്റേ ഗുരുവേഗതയിൽ അതൊക്കെയാണോ? അല്ലല്ല, എന്താ കാരണം എന്റെ അടുത്ത് അവരും പറഞ്ഞിട്ടില്ല. സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന അതിപ്പോ കേരളത്തിൽ അതിപ്പോ മാളിയിൽ വെച്ച് അങ്ങനെ പോവുക, അതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പൊ ചിരി വരും. അന്നത്തെ കാലത്ത് രാഷ്ട്രീയ ചർച്ചയായിരുന്നു അത്. ഒന്നാം തീയതി ഗുരുവായൂർ ഓവർ സ്പീഡിൽ പോകുന്നു കരുണാകരൻ എന്ന് പറഞ്ഞ അന്ന് സ്ഥാനാർത്ഥിയായിരുന്ന പേര് മറന്നുപോയി. എന്താണ് റോഡ് നീളുന്ന വോട്ട് ചോദിക്കുമ്പോൾ അതിവേഗത്തിൽ ചീറിപ്പായുകയാണ് കരുണാകരൻ എന്നൊക്കെ അന്ന് രാഷ്ട്രീയം. അതെ, അത് ഒന്നാമത്തെ കാര്യം. അച്ഛന്റെ തീരുമാനങ്ങൾ സ്പീഡിലാണ്, കാറ് സ്പീഡിലാണ്, ജീവിതത്തിന്റെ രീതി എൻ്റെ ഒരു സ്പീഡാണ്. അതായത് ഇപ്പം കാറ് ഡ്രൈവർ ഇത്തിരി പതുക്കെ പോയാൽ ഡ്രൈവറെ ചീത്തയൊന്നും പറയില്ല. അതിലെല്ലാം തമാശയാണ് അച്ഛൻ. ഇങ്ങനെ കൈ ഒട്ടിയിട്ട് ഡ്രൈവറോട് നിർത്തുന്നല്ലേ ആ കാളവണ്ടി കൊണ്ട് അതിൽ കയറി പോവാന്ന്. അപ്പൊ അത്രയും സ്പീഡിനെ സ്നേഹിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ അതല്ല കാര്യം. എന്താണ് എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ മുഴുവൻ എനിക്ക് അറിയാം. ആലോചിച്ച് നോക്കി എനിക്ക് വരും എന്താന്നുള്ളത്. പക്ഷെ അതെനിക്കിപ്പോൾ തുറന്നു പറയാൻ പറ്റില്ല.